പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുവിശേഷ യാത്ര എത്ര ആനന്ദകരമായ യാത്രയാണെന്നറിയാമോ? നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തില് പത്രോസും പൗലോസും അപ്പോസ്തലന്മാരൊക്കെ യാത്ര ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അത് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കിയാൽ ലുദിയായിൽ പാർക്കുന്ന വിശ്വാസികളുടെ അടുക്കൽ ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിന്റെ കിടക്ക വിരിക്കാൻ പറഞ്ഞ പാടെ ആ തളർവാദമൊക്കെ വിട്ട് അവൻ എഴുന്നേറ്റ് കിടക്ക വിരിക്കുന്ന ഭാഗം അപ്പോസ്തലന്മാരിലൂടെ നടക്കുന്നത്. യേശു കർത്താവ് 38 വർഷക്കാലം തളർവാദം പിടിപെട്ടവന്റെ അടുക്കൽ ചെന്ന് അവനെ എഴുന്നേൽപ്പിച്ച് നിന്റെ കിടക്കയും എടുത്ത് നടത്തി വിടുന്നത് നമുക്ക് കാണാൻ കഴിയും. 4 പേർ ചേർന്ന് വീടിന്റെ മേൽക്കൂര പൊളിച്ച് കർത്താവിന്റെ അടുക്കൽ ഇറക്കി വിട്ട തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. ഇതൊക്കെ നമ്മൾ ബൈബിളിലൂടെ വായിച്ച് കേട്ട് കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വിശ്വാസത്തിലേക്ക് ഒന്ന് വളരുമ്പോഴാണ് അന്ന് യേശുവും ശിഷ്യന്മാരും ചെയ്തത് മാത്രമല്ല, അന്ന് യേശു കർത്താവായി അന്ന് പ്രവർത്തിച്ചു. അപ്പോസ്തലന്മാരിൽ യേശു കർത്താവായി അവരിലൂടെ പ്രവർത്തിച്ചു. ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കുന്ന മാറ്റമില്ലാത്തൊരു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തില് 39 മുതലുള്ള വചനത്തില് പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട്, തബീത്ത, ഞങ്ങളോട് കൂടി ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ബൈബിൾ പറയും, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീത്ത, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു. പ്രിയമുള്ളവരെ, യേശു മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. അത് ഒരു ദിവസമായി മരിച്ചയാളെ 2 ദിവസം, 3 ദിവസം, 4 ദിവസം ആയ ആളെ യേശു എഴുന്നേൽപ്പിച്ചു. പത്രോസും അതുപോലെ തന്നെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. പൗലോസും അതുപോലെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ആ ഒരു കർത്താവല്ലേ നമ്മുടെ അകത്തും വസിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ച രോഗശാന്തി വേണ്ട, ഭൂതശാന്തി വേണ്ട, ദൈവത്തിന്റെ വെളിപ്പാടോ പ്രവർത്തനങ്ങളോ വേണ്ട, ദൈവകൃപയുടെ ഒരു പ്രവൃത്തിയും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അവിടെയാ നമ്മൾ കർത്താവിനെ അറിയാതെ നമ്മൾ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇടയാകുന്നത്. യേശു കർത്താവാണ്. അവന് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ എന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാ എന്നെയും വിളിച്ച് വേർതിരിച്ചത്. ഞാൻ കർത്താവാണ്, നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കുന്നത് നീ അറിയണ്ടേ? നീ എൻ്റെ നാമത്തിൽ ചോദിക്ക്, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. ഇവിടെ ദൈവം ദൈവമാണെന്ന് മറ്റുള്ളവർ അനുഭവിക്കാൻ തക്കവണ്ണം, ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. എൻ്റെ വിശ്വാസത്തിന്റെ തലം ഈ മലകളെ മാറി കടലിൽ പോയി വീഴുന്ന വിധത്തിലേക്ക് മാറണമെന്നേ, കാറ്റും കോളും ശാന്തമാകുന്ന വിധത്തിലേക്ക് കടലിൽ അല്ലെങ്കിൽ ഇളകി മറിയുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ
സമാധാനം സൃഷ്ടിക്കുന്ന വിധത്തിലേക്കുള്ള ദൈവപ്രവൃത്തി കടന്നു വരുന്ന വിശ്വാസം വേണം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കണം. ഇന്നലകളിൽ കുറെ സംഭവം നടന്നു എന്നല്ല, ഇന്ന് ഈ സമയം മുതൽ എന്നിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം. പണ്ട് നടന്ന കുറെ സംഭവങ്ങളെ നമ്മൾ ആവർത്തിച്ചത് കൊണ്ടല്ല, ഇപ്പോൾ മുതൽ നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എത്രത്തോളം ഉയരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ദൈവത്തോടുള്ള ഒരു ബന്ധമാണ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അന്ത്യം വരെയും കണ്ടെങ്കിൽ പത്രോസ് തെരഞ്ഞെടുത്തു, കർത്താവ് മരിച്ചതുപോലെ എനിക്ക് മരിക്കേണ്ട, കുരിശിൽ തലകീഴായിട്ട് എന്നെ കൊന്നു. പ്രിയമുള്ളവരെ, ജീവിക്കുന്നൊരു കർത്താവ് അകത്തുണ്ടെങ്കിൽ നമ്മൾ പറയും. അവന്റെ അത്ഭുത പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ പറയും. അവന്റെ ദൈവിക ആലോചനയും വെളിപ്പാടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പറയും. ഇല്ലെങ്കിൽ നമ്മൾ പറയില്ല. യേശു കർത്താവാണെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വരം, കൃപ, അഭിഷേകം ഇന്ന് എനിക്ക് തരണമേ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണ്ടേ? ഹൃദയങ്ങളെ ഒരുക്കി പ്രാർത്ഥിക്കണ്ടേ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിലെ കർത്താവിനെ, നമ്മളിൽ വസിക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, നിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് അനേകർ നിന്നോട് കൂടെ ചേരത്തക്ക വിധം ഞങ്ങളെ കൂടുതൽ അഭിഷേകത്തിൽ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.